പാലക്കാട് ജില്ലയിൽ പെട്രോൾ പമ്പുകളിൽ ജീവനക്കാർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങളിൽ നിലപാട് കടുപ്പിക്കുകയാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ. പമ്പ് ജീവനക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്ന് ഈ സംഘടന ആവശ്യപ്പെടുന്നു. ശക്തമായ നടപടികൾ ഉണ്ടായില്ലെങ്കിൽ രാത്രികാലങ്ങളിൽ പമ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കുമെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. പാലക്കാട്ട് പമ്പ് ജീവനക്കാരനെ യുവാക്കൾ ആക്രമിച്ച പശ്ചാത്തലത്തിലാണ് സംഘടനകളുടെ പുതിയ തീരുമാനം വന്നിരിക്കുന്നത്. മാനേജറിനെ സംസാരിച്ചിട്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുത്തം വന്നിട്ട് എൻ്റെ കയ്യിൽ നീ എന്തോ ചെയ്യും പറഞ്ഞല്ലോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ തല്ലി. അപ്പോൾ നമ്മൾ പൊതുവെ ഡിഫൻസ് എന്നുള്ള രീതിക്ക് ഞാൻ തിരിച്ചു തല്ലി. അതിൻ്റെ ഇടയിൽ അവൻ ഹെൽമെറ്റ് വെച്ചിട്ട് കൂട്ടുകാരനെ തല്ലി. പിന്നെ വേറൊരുത്തന്നെ ചാവി വെച്ചിട്ട് എൻ്റെ തല്ലിൻ്റെ പിന്നാലെ കുത്തി മുറിവാക്കി. 3 പേര് ഈ പരിസരത്തുള്ളത് തന്നെയാണ്. പോലീസുകാരുടെ പറഞ്ഞിട്ടുണ്ട്, കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ DSMൻ്റെ അടുത്തായാലും DSWൻ്റെ അടുത്തായാലും നമ്മൾ കുപ്പിയിൽ കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ കൊടുക്കരുത് എന്നൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ തെഫ്റ്റ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് റിപ്പോർട്ടുകൾ നമുക്ക് പാലക്കാട് തന്നെ കൂടുതൽ പോകുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം അവർക്ക് വേറെ എവിടെ നിന്ന് ഒരു പെട്രോൾ കിട്ടിയിട്ടുണ്ട് അവർക്ക് കുപ്പിയിൽ. അതിനുശേഷം അവർ കുപ്പിയിൽ വാങ്ങിച്ചിട്ട് വരുന്ന വഴിക്ക് ഇവിടെയുള്ളവരെ, അത് നമ്മൾ നൈറ്റ് ഷിഫ്റ്റിൽ നിൽക്കുന്ന പിള്ളേരെ 2 പേരെ തെറിവിളിച്ച് അങ്ങനെ പോകുന്ന വഴിക്ക് അവർ എന്തിനാണ് തെറിവിളിക്കുന്നത്, ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്നൊരു കാര്യം വന്ന് പറയുന്നു. എന്നെ വിളിച്ച് കോൺടാക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കോൺടാക്ട് ചെയ്ത് നമ്മൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ 2 സ്റ്റാഫിനെയും പിടിച്ചവർ തല്ലിയത്. ഒരാൾക്ക് തലയിലൊരു കെട്ടുണ്ട്, പുറകിലും തന്നെയായിരുന്നു. ഒരാൾക്ക് ഉള്ളിലാണ് അടി, വയറ്റിലെ ഒരു ഭാഗത്തായിട്ടാണ് അടി. പാലക്കാട് നിന്ന് വിശദാംശങ്ങളുമായി നിഖിൽ പ്രമേഷ് ചേരുന്നു. നിഖിൽ, പമ്പടച്ചു കളയും എന്നുള്ള ഭീഷണി വരെ വന്നു കഴിഞ്ഞു. അത്രയും കടുത്തോ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ്. ഇവരെ സംബന്ധിച്ചിടത്തോളം, പമ്പ് ഉടമകളെ സംബന്ധിച്ചിടത്തോളം അവരങ്ങേയറ്റം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പാലക്കാട് ജില്ലയിൽ തന്നെ തുടർച്ചയായി പല പമ്പുകളിലും ഇത്തരത്തിൽ അർദ്ധരാത്രി പിന്നിടുന്നതോടുകൂടി മദ്യപിച്ചും മറ്റും ആളുകൾ എത്തുകയും പമ്പ് ജീവനക്കാരോട് കയറുകയും അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന സാഹചര്യമൊക്കെ ഒരു തുടർക്കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അതായത് ഈ ജീവനക്കാരെ ആക്രമിച്ചാലടക്കം ശക്തമായ നടപടികൾ ഈ പ്രതികൾക്കെതിരെ എടുക്കുന്ന തരത്തിലൊരു നിയമനിർമ്മാണം നടത്തണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത്. അല്ലെങ്കിൽ തങ്ങൾക്ക് രാത്രികാലങ്ങളിൽ പമ്പടച്ചിട്ട് പ്രതിഷേധിക്കേണ്ടി വരുമെന്നും അവർ അറിയിക്കുന്നുണ്ട്. ഇത് പമ്പുടമകളുടെ കൂട്ടായ്മകളാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും പെട്രോൾ പമ്പുകളിൽ മറ്റും ജോലി ചെയ്യാൻ ആളുകൾ വിമുഖത കാണിക്കുന്ന സാഹചര്യം ഉണ്ടാകും, ജോലിക്കാരെ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടാകും. ഈ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ അവർ എത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി തുടർച്ചയായി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവുകയാണ്. ഞങ്ങൾ പരാതി നൽകുന്നു, ഈ പ്രതികളെ വിളിച്ചു വരുത്തുന്നു, അവരുമായി സംസാരിച്ച ശേഷം പോലീസ് വിട്ടയക്കുകയോ അല്ലെങ്കിൽ ചെറിയ ശിക്ഷകൾ നൽകി വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. ഇത് പര്യാപ്തമല്ല. മതിയായ ശിക്ഷ നൽകി ഈ ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇതിപ്പോൾ കഴിഞ്ഞ ദിവസം പട്ടിക്കരയിൽ അർദ്ധരാത്രിയിലുണ്ടായ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അവർ നിലപാട് കടുപ്പിക്കുന്നത്. അവിടെ കുപ്പിയിൽ പെട്രോൾ എത്തിയപ്പോൾ അത് നൽകാതിരുന്നതിനാണ് പെട്രോൾ പമ്പ് ജീവനക്കാരനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, എലത്തൂർ സംഭവത്തിന് ശേഷം ഇത്തരത്തിൽ കുപ്പിയിൽ പെട്രോൾ നൽകരുത് എന്നുള്ള കർശന നിർദ്ദേശം പെട്രോൾ പമ്പ് ഉടമകൾക്ക് നൽകിയിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് അവരത് നൽകാതിരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിൽ ആ നിയമം അവർ പാലിച്ചതുകൊണ്ടാണ് അവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഇതിന്മേൽ നടപടി ഉണ്ടായില്ലെങ്കിൽ ശക്തമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നാണ് പെട്രോൾ പമ്പ് ഡീലേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്.